സോ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ കായായി തുടങ്ങി. ഇനി നമുക്ക് സ്ലറി കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ലറി ഇതാണ്. നല്ല തിക്കാണ്. അപ്പോൾ നമ്മളുടെ റേഷ്യോ അനുസരിച്ച് 1 കപ്പ്, ഞാൻ ഇന്ന് ഈ കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് സ്ലറി എടുത്താൽ 15 കപ്പ് വെള്ളം. ഇതാണ് അതിൻ്റെ റേഷ്യോ. 7 ദിവസമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ സ്ലറിയാണ്. നമുക്ക് ബക്കറ്റ് തുറന്ന് നോക്കാം. നല്ല പുളിച്ച് പരുവത്തിലായിട്ടിരിക്കുകയാണ്. കമ്പിട്ടൊന്ന് ഇളക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ നല്ല ശർക്കര മുട്ടായുടെ മണമാണ്. ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ട് യാതൊരു പുഴുവോ ഒരു വൃത്തികെട്ട മണമോ ഒന്നുമില്ല. ലിക്വിഡ് ഫോമിൽ നമ്മൾ കൊടുക്കുമ്പോൾ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ഈ വളങ്ങളെ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയ സ്റ്റേജാണ്. 1, 2. അപ്പോൾ 2 കപ്പ് എടുത്തപ്പോൾ ഇനി 30 കപ്പ് വെള്ളം ചേർക്കണം. അത്രയും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇവർക്കെല്ലാം ഒഴിക്കാനായിട്ട്. 30. അങ്ങനെ 30 കപ്പ് വെള്ളം നമ്മളിതിനകത്ത് എണ്ണി തന്നെ ഒഴിച്ചു. അതിനും ഒരു കുറവ് വരുത്തണ്ട, കൂടുതലും വേണ്ട കുറവും വേണ്ട. അപ്പോൾ നോക്കണം, അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, വളരെ ലൂസായിട്ട്. സെയിം ടൈം നമ്മുടെ സ്ലറിയുടെ കൺസിസ്റ്റൻസിയോ ഇങ്ങനെ കംപ്ലീറ്റ് തിക്കാണ്. നല്ല കട്ടി ചായ ഒഴിക്കുന്ന പോലെ ഉണ്ട്. കളർ കണ്ടാലും ചായയുടെ പോലെ ഇരിക്കും. അതെ, ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കണം.